ഒരു ഇടക്കാലത്തിന് ശേഷം ഇന്ത്യയിൽ പുതിയൊരു ഭീകര സംഘടന വേരൂന്നി തുടങ്ങും മുമ്പ് തന്നെ അതിനെ മുളയിൽ എന്നുള്ള NIA വ്യാപകമായി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു. അൽ ഖ്വയ്ദയുടെ ബംഗ്ലാദേശിന്റെ പുതിയ ഘടകമായ ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടന വിവിധ പേരുകളിൽ ഇന്ത്യയിൽ പിടിമുറുക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു. 2017-ലും 2023-ലും ഈ സംഘടന ഇന്ത്യയിൽ വേരൂന്നാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വീണ്ടും അവരുടെ ഒരു സാന്നിധ്യം ശക്തമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് വ്യാപകമായ റെയ്ഡ് NIA ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബീഹാറും ജമ്മു കാശ്മീരും പശ്ചിമ ബംഗാളും ത്രിപുരയും അസാമും അടക്കം റെയ്ഡ് പുരോഗമിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിൽ 9 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ സംഘടനയെ സാമ്പത്തികമായി സഹായിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒപ്പം തന്നെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ചില ആളുകളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നിലയിലുമാണ്. അതായത് ഈ സംഘടന 2 തരത്തിലാണ്. ഒന്ന്, ഈ ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുക, ഒപ്പം ഇന്ത്യയിൽ ഉള്ളവരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുക. അതായത് ഈ ഭീകര സംഘടനയ്ക്ക് മുൻപോട്ട് പോകാനായിട്ട് ദക്ഷിണേന്ത്യ അടക്കമുള്ളിടത്ത് ബംഗ്ലാദേശികളെ ഒരുക്കിയെടുക്കുക. ബംഗ്ലാദേശികൾക്കൊപ്പം ഇന്ത്യയിലുള്ള ഭീകരന്മാരെ കൂടി, ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭീകരവാദത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. ഇവർക്ക് ഫണ്ട് നൽകിയവരുടെ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഫണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ കച്ചവടക്കാരും വ്യക്തികളും ഉൾപ്പെടെ നൽകിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഉള്ള ഒരു ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് NIA ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.